ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. അധ്യായം 14. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ. ശ്ലോകം 20. ഗുണാനേതാനദീത്യത്രീൻ ദേഹി ദേഹസമുദ്ഭവാൻ ജന്മ മൃത്യുജരാ ദുഃഖൈ വിമുക്തോ മൃതമശ്നുതേ. വിവർത്തനം. ശരീരസംബന്ധികളായ ഈ 3 ഗുണങ്ങളെയും അതിക്രമിക്കാൻ സാധിച്ചാൽ ശരീരസ്ഥനായ ജീവന് ജനനം, മരണം, വാർദ്ധക്യം മുതലായ ക്ലേശങ്ങളിൽ നിന്ന് മുക്തനായി ഈ ജീവിതത്തിൽ തന്നെ അമൃതം ആസ്വദിക്കാം. ഭാവാർത്ഥം: ഈ ശരീരത്തിൽ തന്നെ തികഞ്ഞ കൃഷ്ണാവബോധത്തോടെ അതീന്ദ്രിയാവസ്ഥയിൽ ജീവിക്കാൻ എങ്ങനെ കഴിയുമെന്ന് ഈ ശ്ലോകത്തിൽ വിവരിക്കുന്നു. ദേഹി എന്ന വാക്കിന് ശരീരത്തോടു കൂടിയ എന്നർത്ഥം. ഭൗതിക ശരീരസ്ഥനാണെങ്കിലും ആധ്യാത്മിക ജ്ഞാനം വളർത്തിയെടുക്കുന്നവന് ത്രിഗുണങ്ങളുടെ സ്വാധീനതയിൽ നിന്ന് മുക്തനാകാം. ശരീരത്തിലിരുന്നു കൊണ്ട് ആധ്യാത്മിക ജീവിതത്തിലെ ആനന്ദം അയാൾക്ക് അനുഭവിക്കുകയും ചെയ്യാം. ഈ ദേഹം ത്യജിച്ച ഉടനെ പരവ്യോമത്തിലേക്കാണല്ലോ അയാൾ പോകുന്നത്. ഈ ശരീരത്തിലായിരിക്കുമ്പോൾ തന്നെ അയാൾക്ക് ആധ്യാത്മിക ആനന്ദമനുഭവിക്കാൻ കഴിയും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കൃഷ്ണാവബോധപൂർവം അനുഷ്ഠിക്കുന്ന ഭക്തിയുത സേവനം ഭൗതിക ബന്ധങ്ങളിൽ നിന്നുള്ള മുക്തിയുടെ ലക്ഷണമത്രേ. 18-ാം അധ്യായത്തിൽ ഇതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കുന്നുണ്ട്. ത്രിഗുണങ്ങളുടെ സ്വാധീനതാ വലയം ഭേദിച്ചു കഴിഞ്ഞാലാണ് മനുഷ്യൻ ഭക്തിനിഷ്ഠമായ സേവനത്തിൽ തത്പരനാകുന്നത്. ശ്ലോകം 21. അർജുന ഉവാച: കൈർലിംഗൈസ്ത്രീൻ ഗുണാനേതാനതീതോ ഭവതി പ്രഭോ കിമാചാരഃ കഥം ചൈതാംസ് സ്ത്രീൻ ഗുണാനധിവർത്തതേ. വിവർത്തനം. അർജുനൻ ചോദിച്ചു: പ്രഭോ, ത്രിഗുണങ്ങളെ അതിക്രമിച്ച വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തെല്ലാം? എങ്ങനെയായിരിക്കും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം? അയാൾ എങ്ങനെ ഈ പ്രകൃതി ഗുണങ്ങളെ അതിക്രമിക്കുന്നു? ഭാവാർത്ഥം: ഈ ശ്ലോകത്തിലെ അർജുനന്റെ ചോദ്യങ്ങൾ സമുചിതങ്ങളാണ്. ത്രിഗുണാതീതനായ ഒരു വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തെല്ലാമെന്ന് അദ്ദേഹത്തിന് അറിയണം. അങ്ങനെയുള്ള ഒരു ഇന്ദ്രിയാതീതനായ വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തെല്ലാമെന്നാണ് ആദ്യമായി അദ്ദേഹം ചോദിക്കുന്നത്. ഒരാൾ ത്രിഗുണങ്ങളുടെ സ്വാധീന ശക്തിക്ക് അതീതനാണെന്ന് എങ്ങനെ മനസ്സിലാക്കാം? അയാളുടെ ജീവിതവും പ്രവൃത്തികളും എങ്ങനെയായിരിക്കും? അവ നിയന്ത്രിതങ്ങളോ അല്ലയോ എന്നതാണ് അടുത്ത ചോദ്യം. ഒടുവിൽ അതീന്ദ്രിയഭാവം പ്രാപിക്കാനുള്ള ഉപായങ്ങൾ എന്തെന്നും ചോദിക്കുന്നു. സുപ്രധാനമായ ഒന്നാണത്. സദാ അതീന്ദ്രിയാവസ്ഥയിൽ സ്ഥിതി ചെയ്യാൻ വേണ്ടുന്ന ഋജുവായ ഒരു ഉപായം അറിയാത്തവരിൽ ഈ ലക്ഷണങ്ങൾ വെളിപ്പെടാനിടയില്ല. അർജുനന്റെ പ്രാധാന്യമേറിയ ഈ ചോദ്യങ്ങൾക്ക് ശ്രീ ഭഗവാൻ മറുപടി പറയുന്നു. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.